ഹായ് ഗായ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിലെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി നല്ല പണി അവർക്ക് തിരിച്ചു കൊടുത്തിരിക്കുകയാണ്. ഈ അസോസിയേഷൻകാർക്കും എല്ലാവർക്കും കംപ്ലയിൻ്റൊക്കെ കൊടുത്തിട്ട് പട്ടിണി കിട്ടുക എന്നൊക്കെ പറഞ്ഞ് കംപ്ലയിൻ്റൊക്കെ കൊടുത്ത് അസോസിയേഷൻകാരൊക്കെ വന്ന് അവർ അവിടെ നിന്ന് ഓരോ ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് ഇറങ്ങിപ്പോയില്ലേ. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ജയഭാരതി മുത്തശ്ശിയും വരുണും പ്രിയങ്ക രാധികയും കൂടി ഇവർക്ക് എതിരെ എന്തെങ്കിലും നല്ല പണി കൊടുക്കാമെന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് പ്രിയങ്കയുടെ ഈ അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഇവർ ചിന്തിക്കുകയാണ്. എന്നിട്ട് ഈ ട്രീറ്റ്മെൻറ്റിന് പോകാൻ വേണ്ടിയിട്ട് ഇവരെ നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ വിളിച്ചിരിക്കുകയാണ്. അപ്പം വരുണും അവരൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഒരു അമ്പലമുണ്ട്, അങ്ങോട്ട് ട്രീറ്റ്മെൻറ്റിന് പോകാം എന്നൊക്കെ പറയുമ്പോൾ ഈ സുകുമാരി അമ്മ സമ്മതിക്കുന്നില്ല. അപ്പോൾ വരുണ് പറയുന്നുണ്ട് എന്തായാലും നിങ്ങളല്ലേ പറഞ്ഞത് പ്രിയങ്കനെ ഞങ്ങൾ നോക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല എന്നൊക്കെ. അപ്പോൾ ഞങ്ങളിവളെ ചികിത്സിച്ച് അസുഖം മാറ്റാൻ പോകണം, അതുകൊണ്ട് നിങ്ങൾ സമ്മതിച്ചേ പറ്റുള്ളൂ അങ്ങോട്ട് കൂട്ടിന് പോരാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ മുത്തശ്ശിയാണെങ്കിൽ ഒരു വിധത്തിലും സമ്മതിക്കുന്നില്ല. കാരണം മുത്തശ്ശിക്കറിയാം അവിടെ നല്ല വേദനയായിരിക്കും, നല്ല അടിയും തൊഴിയും ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ് അവിടെ എന്നൊക്കെ. അപ്പോൾ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ഞങ്ങൾ കൊണ്ടുപോയിരിക്കും, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിലും ഞങ്ങൾ ബലം പിടിച്ചിട്ടാണെങ്കിലും നിങ്ങളെ രണ്ടുപേരും ഞങ്ങൾ അവിടെ എത്തിച്ചിരിക്കും എന്നൊക്കെ ഇങ്ങനെ ജയഭാരതി മുത്തശ്ശി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ എങ്ങനെയെങ്കിലും അവരെ എത്തിക്കണം എന്നുള്ള പ്ലാനിങ് ആണ് ഇവർക്ക്. കാരണം ഈ പ്രിയങ്കയ്ക്ക് ഒരു അസുഖവും ഇല്ല എന്നുള്ള മറ്റുള്ളവരെ മുന്നിൽ തെളിയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ ആവശ്യം. അപ്പോൾ സുകുമാരി മുത്തശ്ശിക്ക് കുറച്ചൊക്കെ കാര്യം പിടികിട്ടുകയാണ്, ഇവർ തിരിച്ച് പണി തരികയാണ് എന്നൊക്കെ. അപ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കൂടി എന്താ പകരം വീട്ടാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ പത്മിനി പറയുന്നുണ്ട് സുകുമാരി അമ്മേ ഇവൾ എല്ലാവരും മുന്നിൽ നിന്നും ഇവൾക്ക് പട്ടിണിയാണെന്ന് പറഞ്ഞ്. അപ്പോൾ ഇവൾക്ക് പട്ടിണിക്ക് പരിഹാരം ഉള്ളതെന്ന് ഭക്ഷണം കൊടുക്കുകയാണ്. അവൻ ഭക്ഷണം കൊടുത്തു. അപ്പോൾ ഇനി മാനസിക അസ്വസ്ഥതയ്ക്ക് എന്താ പരിഹാരം, അതിന് ചികിത്സിക്കല്ലേ, അതുകൊണ്ട് ഞങ്ങൾ അതിനെ ശ്രമിക്കുന്നത് അവൾ അസുഖം മാറാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയുമ്പോൾ ജയഭാരതി മുത്തശ്ശി പ്രിയങ്കനോടല്ല രാധികനോട് പറയും രാധികയെ നീ പോയിട്ട് അച്ഛനെ വിളിച്ചിട്ട് കാര്യം പറയാം എന്നൊക്കെ പറയുമ്പോൾ ഇവൾ നേരെ ദേവനാരായണന് ഫോൺ ചെയ്യാണ്. കാര്യങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടല്ലേ അങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ധാരണയ്ക്ക് വേഗം രാധിക അച്ഛന് ഫോൺ ചെയ്യാണ്. ഇവൾ ഫോൺ ചെയ്യാൻ പോയ സമയത്ത് വരുണും ഈ സുകുമാരി മുത്തശ്ശിനോട് അറിയേണ്ടത് ഇക്കാര്യത്തിൽ മുത്തശ്ശി ഇതിനെതിരെ നിന്നാൽ ഞങ്ങളെല്ലാവരും വിചാരിക്കുന്നത് മുത്തശ്ശിക്ക് പ്രിയങ്കയുടെ അസുഖം മാറുന്നത് ഒരു താല്പര്യമില്ല എന്നാണ്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ ബാക്കിയുള്ളവരും കൂടി അറിയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച് ആകെ പതറി നിൽക്കുകയാണ്. കാരണം പെട്ടുപോയിരിക്കുകയാണ്. അപ്പോൾ രാധിക പിന്നെ ഈ ദേവനാരായണനോട് ഇങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ട് നേരെ സുകുമാരിക്ക് കൊണ്ടേ കൊടുക്കുകയാണ്. മുത്തശ്ശി ഇത് സംസാരിക്കുക അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ഫോണിൽ സംസാരിക്കുമ്പോൾ ദേവനാരായണൻ ചോദിക്കുന്നുണ്ട് കടമ്പനാട്ട് അമ്പലത്തിൽ പോകാൻ അവർ പറഞ്ഞപ്പോൾ അമ്മ എന്തിനാ അതൊക്കെ നിഷേധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി ആകെ പതറി നിൽക്കുകയാണ്, ഒന്നും പറയാനുമില്ല, അങ്ങനെ മിണ്ടാതെ നിൽക്കുകയാണ്. അപ്പം ദേവനാരായണൻ പറയുന്നുണ്ട് അവിടെ പോകുന്നതൊക്കെ നല്ലതാണ് അമ്മേ, ആ അസുഖം എന്തായാലും മാറും, അപ്പം അവളെ നിർബന്ധിച്ച് അമ്മ തന്നെ കൊണ്ടുപോകണം എന്നൊക്കെ പറയാണ് ദേവനാരായണൻ. മുത്തശ്ശി പറയുന്നുണ്ട് എടാ അതിന് അവൾ സമ്മതിക്കത്തൊന്നുമില്ല, അവൾ പോരത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവനാരായണൻ പറയുന്നത് അവൾ പോരുന്നില്ലെങ്കിൽ അമ്മ നിർബന്ധിച്ച് അവളെ കൊണ്ടുപോകണം, ഇനി നമുക്ക് അവളെ നിർബന്ധിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ നേരെ രാധികനോടും വരുണിനോടും പറഞ്ഞാൽ മതി, അവർ ആ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും, അവർക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കറക്റ്റായിട്ട് അറിയാം എന്നൊക്കെ പറയുമ്പോൾ രാധിക ഇങ്ങനെ സന്തോഷിക്കുന്നുണ്ട്. ഞാൻ ചെയ്യും എന്നുള്ള ഒരു ഭാവത്തിൽ അവളിങ്ങനെ മുഖം കൊണ്ട് ഇങ്ങനെ ഭാവം കാണിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ദേവന് അങ്ങനെ എന്തായാലും അമ്മ അവളെ നിർബന്ധിച്ച് കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ്. ഫോൺ വെച്ച് കഴിഞ്ഞതിന് ശേഷം രാധിക മുത്തശ്ശിനോട് പറയുന്നുണ്ട് ഇനിയിപ്പം മുത്തശ്ശി തടസ്സമൊന്നും പറയില്ലല്ലോ, അച്ഛൻ പോകാൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശി ഒരു തടസ്സവും പറയില്ല, നാളെ രാവിലെ നമ്മൾ മാറ്റുന്നതിന് മുന്നേ തന്നെ മുത്തശ്ശി ഇവിടെ മാറ്റി ഒരുങ്ങിയിട്ടുണ്ടാകും അല്ല മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മുത്തശ്ശി എല്ലാവരോടും ഇങ്ങനെ നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ്. സുകുമാരി എന്നിട്ട് നേരെ പ്രിയങ്കൻ്റെ കൈയൊക്കെ പിടിച്ചിട്ട് പോകാൻ മോളെ നമുക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നേരെ റൂമിലേക്ക് സ്റ്റെപ്പും കയറി പോവാണ്. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ചിരി സന്തോഷമാണ്. അപ്പോൾ നമ്മുടെ ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട് സുകുമാരി ഇത്ര ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് തോന്നുന്നത് അല്ല പത്മിനി എന്നൊക്കെ പറയുമ്പോൾ പത്മിനി അറിയിട്ട് അതിന് ഇവരെ പോലുള്ളവരൊന്നും തോൽവിയൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, എപ്പോഴും ജയിച്ചല്ല ശീലം, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു തിരിച്ചടിയൊന്നും പ്രതീക്ഷിക്കാത്തതെന്ന് പത്മിനിയും പറയാണ്. വരും പറയുന്നുണ്ട് എന്തായാലും നമുക്ക് തീർക്കാൻ പറ്റാത്തതൊക്കെ ദൈവങ്ങൾ തീർക്കട്ടെ അല്ല മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ വരുണ് പറയുമ്പോൾ എല്ലാവരും അത് ശരിയൊക്കെയാണ്. അപ്പോൾ പിന്നെ ഈ സമയത്ത് ഈ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും കൂടി നേരെ റൂമിൽ വന്ന് ഡോറൊക്കെ അടച്ചിട്ട് പ്രിയങ്കയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പം പ്രിയങ്ക അറിഞ്ഞിട്ട് അവന്മാർ കരുതി കൂട്ടിയിട്ട് നമുക്ക് പകരം വീട്ടുകയാണ് മുത്തശ്ശി, ഞാൻ കേട്ടിട്ടുണ്ട് അവിടെ പോയി വന്നോലൊക്കെ പറയുന്നുണ്ട് നല്ല ചുട്ട പായസത്തിലൊക്കെ കൈ ഇട്ടിപ്പിക്കുക, മുള്ളൻ ചെരുപ്പ് ഇടുക, അതേപോലെ അഗ്നികാവടി എടുപ്പിക്കുക, പിന്നെ ക്ഷേത്രത്തിന് ചുറ്റും വലം വെക്കുക, ഇങ്ങനെയുള്ള നല്ല കഠിനമായിട്ടുള്ള ഓരോ കാര്യങ്ങളായിരിക്കും, എന്നെക്കൊണ്ടൊന്നും അതിന് പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക പറയുമ്പോൾ ഈ സുകുമാരി പറയുന്നുണ്ട് ഇടി പോവാതിരിക്കാൻ പറ്റത്തില്ലടി, കാരണം ഇപ്പം നമുക്ക് പോകണമെന്ന് നിർബന്ധമായി, ആ ദേവനും കൂടി വിളിച്ച് പറഞ്ഞതുകൊണ്ട്
ഇവരെല്ലാവരും കൂടി കെട്ടി വലിഞ്ഞാണെങ്കിൽ അവർ നമ്മളെ കൊണ്ടുപോകും എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് പോകാം, പക്ഷേ എന്നോട് ആരെങ്കിലും ഇങ്ങനത്തെ പണി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ എൻ്റെ ശരിക്കുള്ള ഭ്രാന്ത് എന്താണെന്ന് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നെ സുകുമാരൻ മുത്തശ്ശി ഇങ്ങനെ ഒരു ഡൗട്ട് പറയുന്നുണ്ട്, ഇടി ഇവർമാർക്ക് നമ്മളെ ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകാൻ എത്ര ധൈര്യം, എനിക്ക് തോന്നുന്നത് ഇവന്മാർ അവിടെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടാവുന്ന എന്തെങ്കിലും പണി തരാൻ വേണ്ടിയിട്ട്, അതായിരിക്കും ഇവന്മാർ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് എന്തായാലും ഞാൻ കാണിച്ചു കൊടുക്കാം, നാളെ ആവട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാത്തിരിക്കണം നാളേക്കും വേണ്ടിയിട്ട്. പിന്നെ ആറ്റുവാശ്ശേരിയിൽ ഇവിടെ ദേവനാരായണനും യശോദയും കൂടി ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. യശോദ പറയുന്നുണ്ട് വേറെ ഏതെങ്കിലും കുടുംബക്കാരായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യായിരുന്നു, കാരണം അത്രയും ദ്രോഹം ചെയ്ത് അവളെ അസുഖങ്ങളൊക്കെ മാറണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അവർ അസുഖങ്ങളൊക്കെ മാറിയിട്ട് എത്ര കഷ്ടപ്പാട് വേണമെങ്കിലും സഹിക്കാമെന്നുള്ള രീതിയിലല്ലേ അവർ അവളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ദേവനാരായണൻ പറയുന്നുണ്ട് ഇതൊക്കെയാണ് പാരമ്പര്യത്തിൻ്റെ ഗുണം, കുടുംബ മഹിമ എന്നൊക്കെ പറയുന്നതൊക്കെയാണ് ഇപ്പോൾ അവരെ അടുത്തുനിന്ന് വെളിവാകുന്നത്. കാരണം അത്രയും നല്ല ആളുകളൊന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ യശോദ പറയുന്നുണ്ട് ഇവരല്ലായിരുന്നു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ രാധികേൻ്റെ ജീവിതം കൂടി പോയേനെ, അവരെയും കൂടി അവിടുന്ന് പറഞ്ഞയച്ചേനെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവൻ ദേവൻ പറയുന്നുണ്ട് ഇതൊക്കെ വരുണിൻ്റെയും അവൻ്റെ കുടുംബത്തിൻ്റെ ഒക്കെ ഒരു മഹിമയാണ്, അവൻ്റെ ആ ഒരു നല്ല മനസ്സുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ വേദനകളൊക്കെ അവനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നൊക്കെ ഇങ്ങനെ അവരെക്കുറിച്ച് ഇങ്ങനെ പ്രശംസിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യശോദ ചോദിക്കുന്നുണ്ട് അല്ല ഈ കടമ്പനാട്ട് ക്ഷേത്രം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ദേവൻ പറയുന്നുണ്ട് അത് കുറച്ച് ദൂരെയാണ്, അവിടെ പോയി ഓരോ മാനസികാസ്വസ്ഥയുള്ള ആളുകളൊക്കെ ചികിത്സിച്ച് ഭേദമായ കഥകളൊക്കെ എന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഇവളെയും കൊണ്ട് അവിടെ പോയാൽ അവിടെയുള്ള ആളുകളെയും കൂടി ഇവൾ ബുദ്ധിമുട്ടിപ്പിക്കാതെ നിന്നാൽ മതിയായിരുന്നു, അവരുള്ള പൂജകളും പൂജാകർമ്മങ്ങളൊക്കെ ഇവൾ ചോദ്യം ചെയ്യാതെ നിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ദേവൻ ഇങ്ങനെ പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് അവളെ അസുഖം ഒന്ന് മാറി കിട്ടിയാൽ അവളോട് കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാമായിരുന്നു, അപ്പോഴൊക്കെ അവൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു ബോധം ഉണ്ടാവില്ല എന്നൊക്കെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട് അതിന് അവൾക്ക് ബോധം വന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ പോയ കാര്യങ്ങളൊന്നും അവൾക്ക് വേണമെങ്കിൽ ഓർമ്മ പോലും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇവർ ശരിക്കും ഇവൾക്ക് ഭ്രാന്താണെന്നൊക്കെ വിശ്വസിച്ച ആൾക്കാരാണ്. എന്തായാലും ഇതുവരെ അവർ കള്ളം പറഞ്ഞ് നുണ പറഞ്ഞിട്ട് ഇവരെ പറ്റിക്കയറുന്നതെന്നൊക്കെ പറയുമ്പോഴുള്ള ഇവരെ റിയാക്ഷനൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ദേവനിങ്ങനെ പറയുന്നുണ്ട് അവൾക്ക് അസുഖം മാറി കഴിഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ് മനസ്സിലാക്കണം, ആദ്യം കുറച്ച് ബുദ്ധിമുട്ടും സങ്കടങ്ങളൊക്കെ എന്തായാലും കാണും, കാരണം ഭർത്താവ് വേറൊരു വിവാഹം കഴിച്ച് ജീവിക്കുകയാണെന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉള്ള ടെൻഷനൊക്കെ കാണും. പക്ഷെ അവൾ കാര്യം പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകും, എന്നിട്ട് അവൾക്ക് പുതിയൊരു വിവാഹം കണ്ടെത്തി അവൾ പുതിയൊരു ജീവിതത്തിലേക്ക് കടന്നു പോകണം. അങ്ങനെ കടന്നു പോയി കുറച്ച് കഴിഞ്ഞ് അവൾ ഈ പഴയ കാര്യങ്ങളൊക്കെ മറന്നോളും, പിന്നെ വരുന്നതിന് രാധികനെ ബുദ്ധിമുട്ടിക്കണം എന്നുള്ള ഈ ചിന്തകളൊക്കെ അവൾക്ക് മാറിക്കോളും എന്നൊക്കെ ഇങ്ങനെ ദേവൻ ഊഹിക്കുകയാണ്. യശോദയൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ദേവൻ ആളോട് പറഞ്ഞിട്ട് അതൊക്കെ മാറിടോ, എന്തായാലും ഒരു ദിവസം നമ്മുടെ കുട്ടി അസുഖങ്ങളൊക്കെ മാറി നമ്മളെ അടുത്തിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു കാലം അത്ര വിദൂരമൊന്നും അല്ല, അതൊക്കെ ഞാൻ സ്വപ്നം കാണുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവൻ ഇങ്ങനെ സംസാരിക്കുകയാണ്. യശോദ പറയുന്നുണ്ട് നമ്മൾ എത്ര അവളെ സ്വഭാവം കൊണ്ട് അകറ്റി നിർത്തിയാലും ശരിക്കും അവൾ നമ്മളെ തന്നെ അല്ല ദേവേട്ട എന്നൊക്കെ പറയുമ്പോൾ ദേവൻ പറയുന്നുണ്ട് ശരിയാണ്, എന്തായാലും അവർ അമ്പലത്തിലൊക്കെ ഒന്ന് പോയി വരട്ടെ എന്നിട്ട് നോക്കാം നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്നൊക്കെ പറയാണ്. പിന്നെ നേരം പുലർന്ന് അവർ നേരെ ആ അമ്പലത്തിലെത്തിയിരിക്കുകയാണ്. ഇവർ അമ്പലത്തിൽ ഇങ്ങനെ കയറുമ്പോൾ സുകുമാരൻ മുത്തശ്ശിയും പ്രിയങ്കയും ഇവരെ പിറകെയാണ്. ഇവർ മുന്നിലങ്ങനെ നടന്നു പോയിന്. അപ്പോൾ ഇവർ അമ്പലം കണ്ടിട്ട് ഇങ്ങനെ പ്രിയങ്ക പറയുന്നുണ്ട് മുത്തശ്ശി ഇത് അത്ര വലിയ നല്ല അമ്പലമാണെന്ന് തോന്നുന്നില്ല, എന്തൊക്കെയോ ഒരു കുനിഷ്ടമൊക്കെ ഇങ്ങനെ തോന്നി എനിക്ക്, എന്തായാലും ഇവരെന്തെങ്കിലുമൊക്കെ ഒരു പണി തരുന്ന ഉറപ്പാണ് എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്ക കുറച്ച് ആശങ്ക ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സുകുമാരൻ മുത്തശ്ശി പറയുന്നുണ്ട് എടി അവരെന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ജയിച്ച് പുറത്തിറങ്ങണം ഇവിടുന്ന് എന്നൊക്കെ ഇങ്ങനെ ഇവർ വലിയ രഹസ്യം പറയാണ്. അപ്പോൾ ഇവർ ഈ രഹസ്യം പറച്ചിലൊക്കെ കേട്ടിട്ട് നേരെ ജയഭാരതി മുത്തശ്ശി അവരുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് അല്ല എന്താ സുകുമാരി ഒരു രഹസ്യം പറച്ചിൽ എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി പറയുന്നുണ്ട് ഒന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പം സുകുമാരിനോട് ജയഭാരതി മുത്തശ്ശി പറയാണ് എന്തായാലും ഇവിടുത്തെ അമ്പലത്തിൽ നിന്ന് പ്രാർത്ഥനയിലൊക്കെ നന്നായിട്ട് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചോ, കാരണം എല്ലാ കാര്യങ്ങളൊക്കെ സഫലമാകുമ്പോൾ അസുഖത്തിനൊക്കെ നല്ല ഭേദം വരും എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി വലിയ പുച്ഛത്തിൽ എന്നൊക്കെ ഇങ്ങനെ മൂളാണ്. അപ്പോൾ ഇവരിങ്ങനെ സംസാരമൊക്കെ കേട്ടിട്ട് നേരെ നമ്മുടെ രാധികയും വരുണും കൂടി അപ്പുറത്തെ ഒരു മരത്തിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം വരുണ് രാധികനോട് ചോദിക്കുന്നുണ്ട് അല്ല നിൻ്റെ അനിയത്തിനെ ശിക്ഷിക്കുന്നതിന് നിനക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വിഷമം ഉണ്ടോയെന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക അറിയുന്നുണ്ട് എന്തായാലും ഇത്രയും ചെയ്തു വെച്ചതല്ലേ, അതിന് എല്ലാത്തിനും പ്രതിഫലമായിട്ട് അവളെ ശിക്ഷിക്കുന്നതിൽ എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നെ ഇവരെല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിൽക്കുന്ന സമയത്ത് ആ തിരുമേനി അങ്ങോട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട് തിരുമേനി ഞങ്ങൾ ഇന്നലെ നിങ്ങളെ വിളിച്ചിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ തിരുമേനി പോയി ചോദിക്കുന്നുണ്ട് അല്ല ആരാ ആൾ എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രിയങ്കനെ എല്ലാവരും കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ആ തിരുമേനി ഇങ്ങോട്ട് മുന്നേക്ക് നീങ്ങി നിൽക്കുക എന്നൊക്കെ പറയുമ്പോൾ അവളങ്ങനെ മടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും ഇയാൾ മുന്നിലേക്ക് നീങ്ങി നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി മെല്ലെ പ്രിയങ്കനെ മുന്നിലേക്ക് ഇങ്ങനെ തള്ളി മുന്നിലേക്ക് ഇങ്ങനെ വെക്കുകയാണ്.
അപ്പോൾ രാധിക എടുത്ത സമയത്ത് തന്നെ പറയുന്നുണ്ട്, തിരുമേനി പഴയതൊന്നും അവൾക്ക് ഓർമ്മയില്ല തിരുമേനി, അവൾ വീട്ടിൽ നിന്ന് കുറച്ച് കാലം പിണങ്ങിപ്പോയി വേറെ എവിടെയോ ദൂരെയായിരുന്നു, അവിടെ നിന്ന് സംഭവിച്ചതാണ് ഈ മാനസിക അസ്വസ്ഥ എന്നൊക്കെ ഇങ്ങനെ തിരുമേനിയോട് പറയാണ്. അപ്പോൾ ഈ തിരുമേനി നേരെ അവളെ ചുറ്റും ഇങ്ങനെ നടന്ന് അവളെ ഒന്ന് നന്നായിട്ടൊന്ന് വീക്ഷിക്കുകയാണ്. വീക്ഷിച്ചിട്ട് അയാളെ ഒരു അസിസ്റ്റൻറ്റിനെ വിളിക്കുകയാണ്. സുധർമ്മ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അയാളെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ഇയാളോട് ഇങ്ങനെ എന്തൊക്കെയോ സ്വകാര്യം ഇങ്ങനെ പറഞ്ഞിട്ട് ഈ തിരുമേനി ഇങ്ങനെ പറയണേ, ബാധയാണ്, ഒരു സംശയവും ഇല്ല, ഒരു ബാധ ഇങ്ങനെ അവളെ ചുറ്റും ഇങ്ങനെ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുൺ അറിയുന്നുണ്ട്, അത് ശരിയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അതിൻ്റെ പരാക്രമങ്ങളാണ് ഈ കാണിച്ചു കൂട്ടുന്നതെല്ലാം മാറ്റിയെടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി ആകെ പേടിച്ച് നിൽക്കുകയാണ്. എന്ത് ബാധ എന്നൊക്കെയാണ് മുത്തശ്ശി ചിന്തിക്കുന്നത്. അപ്പോൾ അയാളിങ്ങനെ ഈ തിരുമേനി പറയുന്ന അസുഖങ്ങൾ മാറാൻ 2 ചികിത്സാ വിധിയുണ്ട്. ഒന്ന് അസുഖം ഉള്ള ആൾ ചെയ്യേണ്ടതും ഒന്ന് അസുഖം ഉള്ള ആളെ കൂടെയുള്ള ആൾ ചെയ്യേണ്ട 2 ക്രിയകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി ഒന്ന് ഞെട്ടാണ്. കാരണം സുകുമാരിക്ക് നല്ല പണി വരാനുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇയാൾ കൊടുത്തത്. ജയഭാരതി മുത്തശ്ശി അറിയുന്നുണ്ട്, തിരുമേനി എന്ത് വേണമെങ്കിലും പറഞ്ഞോളാം, ഞങ്ങൾ അതുപോലെ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഈ തിരുമേനി അറിയുന്നുണ്ട്, ഈ അസുഖമുള്ള ആളെ കൂടെയുള്ള ആൾ കാവടി എടുത്തിട്ട് 3 പ്രാവശ്യം ഈ അമ്പലത്തിന് ചുറ്റും വലം വെക്കണം. അങ്ങനെ വലം വെക്കുന്ന സമയത്ത് വലം വെക്കുന്നത് നിർത്താനോ ആ കാവടി താഴെ വെക്കാനോ പാടില്ല. കാരണം കാവടി നല്ല ഭാരമുള്ളൊരു സാധനമാണ് എന്നൊക്കെ ഇങ്ങനെ ഇവരോട് പറയാണ്. അഥവാ എങ്ങാനും നിങ്ങൾ താഴെ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വീണ്ടും അതിന് പരിഹാരക്രമമായിട്ട് വീണ്ടും നിങ്ങൾ ഒരു 21 തവണ വലം വെക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ തിരുമേനി. അതിന് ശേഷമാണ് അസുഖമുള്ള ആൾക്കുള്ള ചികിത്സ. എന്തായാലും ആരാണ് കാവടിയായിട്ട് പ്രദക്ഷിണം ചെയ്യുന്നത് എന്നൊക്കെ ഈ തിരുമേനി ഇങ്ങനെ ചോദിക്കുകയാണ്. അത് കേട്ട പാടെ നമ്മുടെ സുകുമാരി മുത്തശ്ശി അറിയുന്നത്, അതിനിപ്പോൾ എന്താ സംശയം, ഇവളുടെ ഭർത്താവ് വരുണാണ്, അപ്പോൾ വരുണ് ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോൾ വരുണ് ഇതുവരെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുണ് ഇത് കേട്ടാണ്ട് ഞെട്ടാണ്. ഞാനോ എന്നൊക്കെ വിചാരിച്ച് തിരിച്ച് പണി വരികയാണോ എന്നുള്ള ഒരു രീതിയിലാണ് വരുൺ ആകെ പേടിച്ച് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ജയഭാരതി മുത്തശ്ശി അവനെ കൂടെ തന്നെ നിൽക്കുകയാണ്. ജയഭാരതി മുത്തശ്ശി അറിയുന്നുണ്ട്, അതിന് തിരുമേനി ഈ വരുണ് അവളെ ഭർത്താവാണെന്നുള്ളതൊക്കെ ശരിയാണ്, പക്ഷേ ഈ വരുണിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് രക്തബന്ധമല്ലേ, അപ്പോൾ രക്തബന്ധം തന്നെ ഇവിടെ ഉണ്ട്, അപ്പോൾ രക്തബന്ധമുള്ള ആളല്ലേ ചെയ്യേണ്ടത് തിരുമേനി എന്നൊക്കെ ഇങ്ങനെ ഈ തിരുമേനിനോട് ചോദിക്കണേ. ഇതാ സുകുമാരി ഈ പ്രിയങ്കയുടെ മുത്തശ്ശിയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ തിരുമേനി അറിയുന്നുണ്ട്, രക്തബന്ധം അത് നല്ല വിശേഷമുള്ളൊരു ഗുണമാണ്. മാത്രമല്ല ഈ നിരന്തരമായിട്ടുള്ള ഇങ്ങനെ ഈ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും നല്ലത് ഈ പ്രായം ചെന്ന ആൾക്കാരാണ് എന്നൊക്കെ ഈ തിരുമേനി ഇങ്ങനെ ഇവരോട് പറയാണ്. പിന്നെ ഒരു ചെറുപ്പക്കാരന് ചിലപ്പം പൂർണ്ണമായിട്ട് മനസ്സ് അർപ്പിച്ച് കണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ പ്രായമായ ആൾക്കാർ നന്നായിട്ട് മനസ്സൊക്കെ അർപ്പിച്ച് നല്ല വൃത്തിക്ക് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ സുകുമാരനോട് ഇയാളിങ്ങനെ പറയാണ്. അപ്പോൾ സുകുമാരി പറയുന്നുണ്ട്, അത് പിന്നെ തിരുമേനി എൻ്റെ കാലിനൊക്കെ ഭയങ്കര വേദനയാണ്, നടക്കാൻ കൂടി വയ്യ എന്നൊക്കെ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട്, എവിടെ ഒരു നടക്കാൻ, സുകുമാരി മുത്തശ്ശി അതിന് നടക്കലല്ല ചെയ്യുന്നത്, ഓടല്ല ചെയ്യുന്നത്. ഈ കണിമംഗലത്ത് ഓടിക്കൂട്ടി അത്ര ഒന്നും ഈ കണിമംഗലത്ത് വേറെ ആരും ഓടിക്കൂട്ടിയിട്ടില്ല അല്ലേ വരണേ എന്നൊക്കെ പറയുമ്പോൾ വരും പറയുന്നുണ്ട്, അതൊന്നും ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ്. മുത്തശ്ശിയോളം അതിന് പറ്റിയ ഒരാൾ വേറെ ഇല്ല എന്നൊക്കെ ഇങ്ങനെ വരുണ തിരുമേനിയോട് പറയുമ്പോൾ തിരുമേനി പറയുന്നുണ്ട്, ഓക്കെ എന്നാൽ അങ്ങനെ ചെയ്യാം, അതിന് മുന്നേ നിങ്ങളെല്ലാവരും കൂടി തൊഴുത് പ്രാർത്ഥിച്ചോളൂ, എന്നിട്ട് നമുക്ക് ചടങ്ങൊക്കെ കിടക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പോവാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണൊക്കെ അടിച്ച് ഇങ്ങനെ തൊഴുത് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. സുകുമാരി മുത്തശ്ശി പെട്ടെന്ന് ഇങ്ങനെ പ്രിയങ്കയുടെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എടീ നല്ല പണി കിട്ടിയല്ലോടെ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അറിയുന്നുണ്ട്, എനിക്കാണെങ്കിൽ ഈ കാവടിയുടെ വെയിറ്റ് എത്രയൊന്നും അറിയില്ല, ഇനി എന്താ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക അറിയുന്നുണ്ട്, അതിന് മുത്തശ്ശി തോറ്റു കൊടുക്കല്ല, മുത്തശ്ശി ജയിച്ച് കാണിക്കണം, മുത്തശ്ശിയല്ലേ പറഞ്ഞത് ജയിച്ച് കാണിക്കണമെന്ന്, എല്ലാ പരീക്ഷണത്തിലും നമ്മൾ ജയിക്കും എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി അവളങ്ങനെ ഷൗട്ട് ചെയ്യാണ്, എടീ എനിക്കൊരു പണി കിട്ടിയപ്പോൾ നീ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് സന്തോഷിക്കാല്ലേടി, നീ ഇപ്പം സന്തോഷിക്കണ്ട, നിനക്ക് വരുന്ന പണി എന്താണെന്ന് ആർക്കറിയാമെന്നൊക്കെ അങ്ങനെ സുകുമാരി മുത്തശ്ശി അവളങ്ങനെ മെല്ലെ മെല്ലെ ഇങ്ങനെ ചീത്ത പറയാണ്. പക്ഷേ ഇതൊക്കെ ജയഭാരതി മുത്തശ്ശി എല്ലാം ഇങ്ങനെ കേൾക്കുന്നുണ്ട്, ഈ കാവടിയുടെ വെയിറ്റ് എത്രയാണെന്നൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞേ. അപ്പം ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട്, സുകുമാരിക്ക് കാവടി അത്ര പൊന്തിച്ച് നടക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊന്ന് താഴെ വെച്ചോളൂ കിട്ടോ എന്നൊക്കെ പറയുമ്പോൾ ഈ രാധികയും വരുണൊക്കെ ഇങ്ങനെ ഞെട്ടുകയാണ്, എന്താ ഈ മുത്തശ്ശി പറയുന്നതെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, എന്തായാലും അതിൻ്റെ പരിഹാരമായിട്ട് വീണ്ടും ഒരു 21 തവണയുള്ള പ്രദക്ഷിണമൊക്കെ നമുക്ക് ചെയ്ത് അതൊക്കെ ഇങ്ങനെ പരിഹരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരിക്ക് വീണ്ടും ദേഷ്യം വരികയാണ്. അപ്പോൾ ഇവരെ തൊഴുതലൊക്കെ കഴിഞ്ഞിട്ട് ആ തിരുമേനി അവരുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എല്ലാവരും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി കാവടി ഏറ്റാനുള്ള ആളൊന്ന് മുന്നോട്ട് വരിക എന്നൊക്കെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി നേരെ മുന്നോട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എന്തായാലും പറഞ്ഞ നിബന്ധനകളൊക്കെ ഓർമ്മയുണ്ടല്ലോ, അതുകൊണ്ട് കാവടി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളിങ്ങനെ കാവടി കൊണ്ടുവന്നിട്ട് നേരെ സുകുമാരി മുത്തശ്ശിയുടെ കയ്യിൽ തോളിൽ അങ്ങ് വെച്ച് കൊടുക്കണം. തോളിൽ വെക്കുമ്പോൾ തന്നെ സുകുമാരി മുത്തശ്ശി അങ്ങോട്ട് താഴെ വീഴാൻ പോവാണ്, അത്രയ്ക്കും വെയിറ്റ് ഉണ്ട് ആ സാധനം.
അപ്പോൾ ആ തിരുമേനി ഇവർക്ക് ഭാരം താങ്ങാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാകുമ്പോൾ തിരുമേനി വന്നിട്ട് പറയുന്നുണ്ട്, ഭാരം എന്തായാലും ഉണ്ടാകും, പക്ഷേ നമ്മൾ മനസ്സ് ഏകീകൃതമായിട്ട് പ്രാർത്ഥിച്ചാൽ ഈ ഭാരം ഒന്നും തോന്നത്തില്ല, അതുകൊണ്ട് പ്രദക്ഷിണം വെച്ചോളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരോട് പ്രദക്ഷിണം വെക്കാൻ പറയണം. ബാക്കിയുള്ളവരോട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടി ഇവരെ കൂടെ തന്നെ നടന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അങ്ങനെ മുത്തശ്ശി വലയം വെക്കാൻ ഇങ്ങനെ തുടങ്ങാണ്. ആ വലയം വെക്കുന്നതിൻ്റെ ഇടയിൽ നല്ല ഭാരമുണ്ട്. അപ്പോൾ സുകുമാരി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, ഇത് എന്തൊരു ഭാരമാണ്, എന്നെക്കൊണ്ട് കയ്യും തോന്നുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരിങ്ങനെ കഷ്ടപ്പെട്ട് നടന്നുകൊണ്ടിരിക്കണം. അത് നടന്നു പോകുന്നതിൻ്റെ ഇടയിൽ ബാക്കിയുള്ളവരൊക്കെ പിന്നാലെ തന്നെ ഉണ്ട്. അപ്പോൾ ഇവർ കാല് തെറ്റിയിട്ട് വീഴാനൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട്, മുത്തശ്ശി താഴെ വെക്കല്ല മുത്തശ്ശി എങ്ങാനും താഴെ വെച്ചാൽ പിന്നെ 21 തവണ വീണ്ടും ചെയ്യേണ്ടി വരും, ഇതെല്ലാം നമ്മുടെ പ്രിയപ്പെട്ട പ്രിയങ്ക മോൾക്കുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുകുമാരി മുത്തശ്ശി പറയുന്നുണ്ട്, പൊടി നിനക്കുള്ളതൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവരിങ്ങനെ കഷ്ടപ്പെട്ട് അതും താങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ കഷ്ടപ്പെട്ട് ഒരു വലയം വെക്കാനിങ്ങനെ കയ്യാണ്. ആ സമയത്തൊക്കെ പ്രിയങ്ക എന്താ ചെയ്യേണ്ടി വിചാരിച്ച് അവളാകെ പേടിച്ച് നിൽക്കുകയാണ്. കാരണം നല്ലൊരു എട്ടീൻ്റെ പണിയാണ് സുകുമാരി മുത്തശ്ശിക്ക് കിട്ടിയതെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവളിനി എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ച് അവളങ്ങനെ കൈയൊക്കെ വായിലും ഇട്ട് കടിച്ച് അങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ വലയം വെച്ച് കഴിഞ്ഞു. ഒരു വലയം കഴിയുമ്പോൾ ഈ സുകുമാരി മുത്തശ്ശി അറിയണ്ടേ, അയ്യോ എന്നെക്കൊണ്ട് വയ്യേ, എനിക്കിത് ഭാരം ചുമക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ആകെ തളർന്ന് അവിടെ നിന്ന് ആ തിരുമേനിയുടെ മുന്നിൽ നിന്ന് കരയാണ്. അപ്പോൾ ആ തിരുമേനി പറയുന്നുണ്ട്, അയ്യോ ഇവർക്ക് തീരെ വയ്യെന്നാണ് തോന്നുന്നത്, എന്തായാലും നിങ്ങൾ ആ സാധനം ഒന്ന് എടുത്ത് മാറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാളോട് ഇങ്ങനെ കൽപ്പിക്കുകയാണ്. അപ്പോൾ അയാൾ നേരെ പോയിട്ട് അത് അവരെ കയ്യിൽ നിന്ന് വാങ്ങുകയാണ്. മാറ്റി കഴിഞ്ഞതിന് ശേഷം സുകുമാരിയമ്മക്ക് നേരെ ഒന്ന് നിൽക്കാൻ വയ്യ. അവർ നേരെ അവിടെ പോയി ഇരിക്കുകയാണ്. അയ്യോ എൻ്റെ കയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിൻ്റെ പണി എന്തായാലും കഴിഞ്ഞിട്ടുണ്ട്, കാലോ അത് പിന്നെ പറയും വേണ്ട. അവിടെ ആ കാല് വെച്ചിട്ട് അവർക്കൊന്ന് നിൽക്കാനും കൂടി വയ്യ. അവർ നേരെ അവിടെ പോയി ഇരിക്കണം. എന്നിട്ട് അയ്യോ എൻ്റെ കാലേ എനിക്കൊന്നിനും വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ കിടന്ന് അങ്ങനെ ബഹളം കരച്ചിലൊക്കെയാണ്. എല്ലാവരും ഇതൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തിരുമേനിയൊക്കെ നോക്കി നിന്നിട്ട് ഇനി ആ കുട്ടിയും കൂട്ടി വരിക എന്നൊക്കെ പറഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. സുകുമാരി മുത്തശ്ശിയാണെങ്കിൽ അവിടെ തളർന്ന് അവിടെ കിടക്കുകയാണ്. ജയഭാരതി മുത്തശ്ശി വേഗം പ്രിയങ്കയുടെ കൈയൊക്കെ പിടിച്ചിട്ട് വാ മോള് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ അവൾ പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ തന്നെ അങ്ങനെ വാശി കാണിച്ച് നിൽക്കുകയാണ്. പക്ഷേ സുകുമാരി മുത്തശ്ശി ജയഭാരതി മുത്തശ്ശി വിടുന്നില്ല. ജയഭാരതി മുത്തശ്ശി നേരെ പ്രിയങ്കനെയും കൊണ്ട് വാ പോര് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് അങ്ങനെ പോവുകയാണ്. മോളെ അസുഖമൊക്കെ മാറണ്ടേ എന്നൊക്കെ ജയഭാരതി മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഇവർ നേരെ എത്തുന്നത് ഈ തിരുമേനി കുറച്ച് ഈ വാഴയിലൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തിരുമേനി പറയുന്നുണ്ട് ആ ഇലകളൊക്കെ എടുത്ത് മാറ്റുക എന്നൊക്കെ ഇങ്ങനെ ഇയാളിങ്ങനെ കൽപ്പിക്കാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോൾ പിന്നെ പ്രിയങ്കയ്ക്ക് പേടിയൊക്കെ പോയി, കാരണം ഇല അല്ലേ. അപ്പോൾ അവൾ പറയുന്നുണ്ട് പായസം തരാനാണോ, എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം അവൾ. അപ്പോൾ ആ തിരുമേനി പറയുന്നുണ്ട് 2 കൈയും ആ തിളച്ച് നിൽക്കുന്ന ആ പായസത്തിലേക്ക് മുക്കണം, എന്നിട്ട് 3 തവണ അത് വാരി എറിയണം എന്നൊക്കെ പറയുമ്പോൾ പ്രിയങ്ക അങ്ങ് ഞെട്ടുകയാണ്. അവൾ തിന്നാനാണെന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ ഒരു ശിക്ഷ അയാൾ പറയുന്നത്. അവൾ ഞെട്ടിയിട്ട് എന്താണ് എന്നൊക്കെ ഇങ്ങനെ ഇയാളോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ പായസത്തേക്ക് നിൻ്റെ 2 കയ്യും ഇട്ടിട്ട് അത് എടുത്ത് എറിയണം എന്നാണ് പറഞ്ഞത്, ഈ കുട്ടിക്ക് ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുത്തേ എന്നൊക്കെ ഇങ്ങനെ ഈ തിരുമേനി ഇങ്ങനെ പറയാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് എന്തായാലും പ്രിയങ്ക ആകെ പേടിച്ച് ഞെട്ടി നിൽക്കുകയാണെങ്കിൽ സുകുമാരി മുത്തശ്ശി അപ്പുറത്ത് ഇരുന്നിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ്, എന്തായാലും അത് പൊക്കി നടന്നത് നന്നായി, അല്ലെങ്കിൽ ഞാൻ ആ തിളച്ച പായസത്തിലൊക്കെ കൈയിട്ട് എൻ്റെ കൈ പൊള്ളിപ്പോയനെ, ഭാഗ്യം എന്നൊക്കെ പറഞ്ഞ് സുകുമാരി മുത്തശ്ശി ഇങ്ങനെ സ്വന്തം കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ കൊച്ചുമോൾക്ക് ഇങ്ങനെ സംഭവിക്കുകയാണെന്നുള്ളൊരു പേടിയൊന്നുമല്ല, അതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ചിന്തയാണ് സുകുമാരി മുത്തശ്ശിക്ക്. അപ്പോൾ രാധിക പ്രിയങ്കനെ ഇങ്ങനെ ആശ്വസിപ്പിച്ച് ഇങ്ങനെ പ്രിയങ്കനോട് പറയാണ്, മോള് അത് പേടിക്കൊന്നും വേണ്ട, ചൂടൊന്നും ഉണ്ടാവില്ല, മോളെ ഭക്തിയൊക്കെ എനിക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ, അതുകൊണ്ട് സുഖമായിട്ട് വാരിക്കോ, ഒരു പേടിയും പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ ഈ പ്രിയങ്ക അറിയുന്നുണ്ട് ഞാൻ വാരൂല എന്നൊക്കെ പറഞ്ഞ് അവൾ വാശി കാണിക്കുകയാണ്. ജയഭാരതി മുത്തശ്ശി പറയുന്നുണ്ട് ചെയ്തേ പറ്റുള്ളൂ, കാരണം ഇത്രയും ദൂരം സഞ്ചരിച്ച് നമ്മളിവിടെ നിന്നത് എന്തിനാണ്, നിൻ്റെ അസുഖം മാറാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ നീ ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പ്രിയങ്കനോട് ഇവർ പറയാണ്. അപ്പോൾ വരുൺ അവളോട് അറിയുന്നുണ്ട് ഒന്നുകിൽ നീ ബുദ്ധിസ്ഥിരത ഉള്ള ആളാണെന്ന് സമ്മതിക്കണം, അല്ലെങ്കിൽ ഇത് വാരിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇവൾ ആ ആശയക്കുഴപ്പത്തിലാണ്. അവൾ മെല്ലെ അങ്ങനെ സുകുമാരി മുത്തശ്ശിനെ ഇടം കണ്ടിട്ട് നോക്കുമ്പോൾ സുകുമാരി മുത്തശ്ശി ഇറങ്ങി അവളെ ആക്ഷൻ കാണിക്കണേ, ചെയ്തോ നമുക്ക് എന്തായാലും ഇതിൽ പിടിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് ചെയ്യാൻ പറയാണ് സുകുമാരി മുത്തശ്ശി. അപ്പോൾ അവൾ എല്ലാവരോടും പറയുന്നുണ്ട് ഞാൻ ചെയ്തോളാം എന്നൊക്കെ ഇങ്ങനെ പറയണേ, ഒരു പേടിയൊക്കെ ഉണ്ട്, പേടിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ അവളാണ്ട് മറുപടി പറയാണ്. അപ്പോൾ ഇയാൾ എന്നാ വന്നോളൂ പായസത്തിൽ വരുമോ എന്നൊക്കെ പറയുമ്പോൾ അവൾ മെല്ലെ അങ്ങനെ പായസത്തിൽ ഒന്ന് തൊടുമ്പോഴേക്കും നല്ല ചൂടാണ്, അവൾ വേഗം വലിക്കാണ്. അപ്പോൾ ഇയാൾ കുട്ടി എന്താ ചെയ്യുന്നത്, ഒന്നുകൂടി കൈയൊന്ന് തൊടു, ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ എന്നൊക്കെ ഇങ്ങനെ ഇവരിങ്ങനെ പറയുന്നുണ്ട്. അവൾ വീണ്ടും ആ പായസത്തിലൊന്ന് തൊടുമ്പോഴേക്കും, കാരണം തളിച്ചുകൊണ്ടിരിക്കുന്ന പായസമാണ്, അടുപ്പിലിങ്ങനെ വെച്ച പായസത്തിലാണ് തൊടാൻ പറയുന്നത്. അപ്പോൾ തൊടുമ്പോഴേക്കും ഇവൾ പൊള്ളുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും അത് കൈയെടുക്കുകയാണ്.
അപ്പോൾ ആ തിരുമേനി പറയുന്നുണ്ട്, എന്താ ഈ കുട്ടി ചെയ്യുന്നത്, വേറെ ആരെങ്കിലുമൊക്കെ വന്ന് സഹായിക്കുമോ, അവരെ ഒന്ന് പിടിച്ച് സഹായിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുണും രാധികയും കൂടി വേഗം പ്രിയങ്കനെ പിടിച്ച് രണ്ട് കൈയും പിടിച്ചിട്ട് ആ പായസത്തേക്ക് മുക്കാണ്. അവൾ കൊതറി മാറി വീണ്ടും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ വീണ്ടും അവിടുന്ന് കൈ തട്ടി പിറകേട്ടൊക്കെ തന്നെ പോവാണ്. ഇവളിങ്ങനെ കരയാണ്, അയ്യോ എനിക്ക് വേദനിക്കും, എനിക്ക് പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് കൊതറി അവരെ പിടിച്ച് വെക്കാൻ തന്നെ സമ്മതിക്കുന്നില്ല പ്രിയങ്ക. അപ്പോൾ ആ തിരുമേനി അറിയുന്നുണ്ട് 3 തവണ ചെയ്തേ പറ്റുള്ളൂ, ആ കുട്ടീനെ ഒന്ന് ചെയ്യിപ്പിക്കൂ എന്നൊക്കെ പറയുമ്പോൾ ഇവർ വീണ്ടും നമ്മുടെ പ്രിയങ്കേനെ പിടിച്ചിട്ട് രാധികയും വരുണും കൂടി പിടിച്ച് ആ പായസത്തിലൊന്ന് കൈ മുക്കിച്ചു. അപ്പോൾ അയ്യോ എൻ്റെ കൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ കൊതറി മാറി അവിടുന്ന് ഓടുകയാണ്. ഇവൾ നേരെ ഓടുന്ന അമ്പലത്തിന് ചുറ്റും അങ്ങനെ പേടിച്ച് ഓടുകയാണ്. അപ്പോൾ ഈ തിരുമേനി പറയുന്നുണ്ട്, ആഹാ കണ്ടോ ഇത് ഇവളിങ്ങനെ ഓടുന്നത് ചെയ്യുന്ന പ്രാർത്ഥനകളും എല്ലാം ഫലം വെച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്, അതാണ് അവിടെ ആ ഭഗവാൻക്ക് ഇങ്ങനെ ഓടുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇയാളിങ്ങനെ ചിരിക്കണം. ഇവൾ ഓടി പിന്നെ ആ അമ്പലത്തിൽ നിന്ന് പുറത്തോടാൻ നിൽക്കുന്ന സമയത്ത് വരുണ് നേരെ അവളെ പിടിച്ച് വെക്കാൻ നിൽക്കണേ. അപ്പോൾ അവൾ നേരെ ഓടി സുകുമാരി മുത്തശ്ശിയുടെ അടുത്ത് വന്നിട്ട്, മുത്തശ്ശി എൻ്റെ കൈയൊക്കെ പൊള്ളുന്നു മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് നിലവിളിക്കുന്നതിൻ്റെ ഇടയിലൊക്കെ സുകുമാരി മുത്തശ്ശി വേഗം അവളെ കൈ ഊതി കൊടുക്കുകയാണ് ആ തിരക്കിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ തിരുമേനി അറിയണ്ടേ 3ാമത് കൂടി ചെയ്യിക്കുക എന്നൊക്കെ ഇങ്ങനെ അവരോട് പറയാണ്. അപ്പോൾ ആണെങ്കിൽ പ്രിയങ്ക ആകെ ഒരട്ടം തന്നെ കൈ ഇങ്ങനെ പൊള്ളി നിൽക്കുകയാണ്. അവൻ ഈ പ്രിയങ്ക അറിയണ്ടേ എന്നെക്കൊണ്ട് പറ്റില്ല മുത്തശ്ശി എൻ്റെ കൈ പൊള്ളിയിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ബഹളം വെക്കുകയാണ്. അപ്പോൾ ഈ സുകുമാരി കരഞ്ഞിട്ട് പറയുന്നുണ്ട്, എടി രാധിക അത് മതി എടി, ഇനി ബാക്കി വേറെ ആരെങ്കിലും കൊണ്ടൊന്ന് ചെയ്യിച്ചോ എന്നൊക്കെ പറയുമ്പോൾ ഈ രാധിക അറിയണ്ടേ എന്നാൽ ബാക്കി മുത്തശ്ശി ചെയ്യുമോ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി അറിയണ്ട, അയ്യോ അതില്ല വേഗം ഈ ഇവളെ കൊണ്ട് തന്നെ ചെയ്തോളി എന്നൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി കൈ കഴിയാണ്. അപ്പോൾ ഇവർ വേഗം ഓടിപ്പോയിട്ട് എന്നാ വാ ഞങ്ങൾ പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയങ്കേനെ പോയി പിടിച്ച് കൊണ്ടുവരികയാണ് ഈ വരുണും രാധികയും കൂടിയിട്ട്. ഇവളാണെങ്കിൽ വേണ്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നിലവിളിയാണ്, കാരണം കൈ ഒരു വട്ടം തന്നെ പൊള്ളി കിടക്കുകയാണ്. വീണ്ടും ഇവർ രണ്ടുപേരും കൂടി ഈ പായസത്തിൻ്റെ അടുത്തേക്ക് ഈ പ്രിയങ്കനെ പിടിച്ച് കൊണ്ടുവരികയാണ്. എന്നിട്ട് ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്, നിനക്ക് നിൻ്റെ അസുഖം മാറണ്ടേ, ഈ ബാധ ഒക്കെ ഒഴിഞ്ഞു പോകണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ നേരെ വീണ്ടും ആ കൈ കൊണ്ടുവന്ന് ആ പായസത്തേക്ക് വീണ്ടും മുക്കുകയാണ്. അവൾ വീണ്ടും മുക്കി അവളെ കൈ വീണ്ടും പൊള്ളിയിട്ട് അവളെ കൊതറി മാറി വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ എൻ്റെ കൈ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലും ബഹളമാവുന്ന സമയത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുകയാണ്. അപ്പം പ്രൊമോയിൽ കാണിച്ചതുപോലെ ഇനി ഈ ചൂരൽ കഷായമൊക്കെ വേണമെങ്കിൽ ഇനി നാളത്തെ എപ്പിസോഡിലായിരിക്കും എന്ന് വിചാരിക്കുക. എന്തായാലും എപ്പിസോഡ് ഭയങ്കര രസമായിരുന്നു. രണ്ടാൾക്കും നല്ല ശിക്ഷ തന്നെ കിട്ടിയിട്ടുണ്ട്. ശിക്ഷ എന്തായാലും തീർന്നിട്ടുമില്ല, അവൾ അസുഖം ഇല്ല എന്നുള്ളത് സമ്മതിച്ചിട്ടില്ല. അതൊക്കെ ഇനി വേണമെങ്കിൽ നാളത്തെ എപ്പിസോഡിലായിരിക്കും. ഇനി അവൾ അസുഖം എല്ലാം കള്ളായിരുന്നു എന്നൊക്കെ സമ്മതിക്കോ ഇല്ലേ എന്നൊക്കെ നമുക്ക് ഇനി നാളെ തന്നെ കാത്തിരുന്ന് കാണേണ്ടി വരും. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് ഗായ്സ്. ഓക്കെ ബൈ ഓൾ.